ബിഗ് ബോസ് മലയാളം സീസൺ 6 മൂന്നാമതായും നാലാമതായും കയറിയ രണ്ടുപേർ ആരൊക്കെയാണെന്ന് പറയാം. മൂന്നാമതായിട്ട് കയറിയത് യമുന റാണി. നമുക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. സീരിയലിലെ ഒരു 100-ൽ കൂടുതൽ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 60ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. യമുന റാണി മാരീഡ് ആണ്. 2 പെൺമക്കളാണുള്ളത്. അരുണാചൽ പ്രദേശിലാണ് ജനിച്ചു വളർന്നത്. ഒറിജിനൽ പേര് അരുണ എന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമൺ ആണ് താനെന്നാണ് വിശ്വസിക്കുന്നത് എന്നാണ് യമുന റാണി പറഞ്ഞത്. എന്തായാലും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു താൻ ഒരു സമയത്ത്. അതിൽ നിന്നും താൻ ഇവിടം വരെ എത്തിയത് താൻ ജീവിതത്തോട് വിജയിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കാൻ കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു യമുന റാണി. എന്തായാലും സീരിയൽ ആർട്ടിസ്റ്റും സിനിമ ആർട്ടിസ്റ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കണ്ടുപരിചയമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ വരുന്നവരിൽ ചിലപ്പോൾ സീനിയർ പേഴ്സൺ ആയിരിക്കാം യമുന റാണി എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നാലാമതായിട്ട് കയറിയത് ഋഷി, മുടിയൻ, ഉപ്പും മുളകും താരം ഋഷിയാണ് നാലാമതായിട്ട് കയറിയിട്ടുള്ളത്. അറിയാം, ഈ അടുത്ത് ഉപ്പും മുളകും താരത്തിനെ അതിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഉപ്പുമുളകും എന്ന് പറയുന്ന ആ ഷോയിലെ മുടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ക്യാരക്ടറാണ്. അവിടെ കോമഡിയൊക്കെ അവതരിപ്പിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ വന്ന് നിന്നുകൊണ്ട് ഒരു കോമഡി അവതരിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ കാര്യമില്ല എന്നറിയാലോ. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് മുടിയൻ എന്ത് കാണിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ചോദ്യമാർക്കാണ്. എന്തായാലും നല്ലൊരു ഡാൻസറാണ് മുടിയൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഉപ്പുമുളകിലെ പോലെ അഭിനയിച്ചിട്ട് കാര്യമില്ല. എന്താണ് ഇവിടെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. എന്തായാലും അപ്പോൾ മൂന്നാമതായിട്ടും നാലാമതായിട്ടും കയറിയിട്ടുള്ളത് യമുന റാണിയും ഋഷിയുമാണ്. മുടിയൻ.